നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ അനുദിനം ശക്തിയാർജിച്ചുകൊണ്ടിരിക്കുകയാണ് കൊറോണ വൈറസിന്റെ വ്യാപനം അനുദിനം ശക്തിയാർജിക്കുന്ന സാഹചര്യത്തിൽ ലോകത്തെ പ്രമുഖ വിമാന കമ്പനികൾ എല്ലാം തന്നെ കൂടുതൽ രാജ്യങ്ങളിലേക്ക് യാത്രാവിലക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ചൈന, ഇറ്റലി, ഇറാൻ എന്നിവിടങ്ങളിലേക്കുള്ള മുഴുവൻ സർവീസുകളും ഇതിനോടകം തന്നെ പല വിമാന കമ്പനികളും റദ്ദാക്കിയിരിക്കുകയാണ്. ഇതിനിടെ കൊറോണയെ നേരിടാൻ കൂടുതൽ മുൻകരുതൽ നടപടികൾ പ്രഖ്യാപിച്ച് ബ്രിട്ടീഷ് സർക്കാരും രംഗത്തെത്തിയിരുന്നു. എല്ലാ സാധ്യതകളും കണക്കിലെടുത്ത് വ്യക്തമായ കർമ്മ പരിപാടികൾ സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ടെന്നും ആവശ്യമായ സാഹചര്യങ്ങളിൽ ഉചിതമായ രീതിയിൽ മാത്രം ഇവ നടപ്പിൽ വരുത്തുമെന്ന് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണും വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ ബ്രിട്ടീഷ് എയർവേസ്, എമിറേറ്റ്സ്, റൺഎയർ, ഈസിജെറ്റ് എന്നീ വിമാന കമ്പനികളാണ് സർവീസുകൾ ഏറെയും റദ്ദാക്കിയതായുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നത്. ഗൾഫിലേതുൾപ്പെടെ പല വിമാന കമ്പനികളും ജീവനക്കാർക്ക് നിർബന്ധിത അവധി നൽകിയിട്ടുണ്ട്. ചൈന, ഇറ്റലി, ഇറാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ പല വിമാന കമ്പനികളും പൂർണ്ണമായും നിർത്തി. ചില കമ്പനികൾ അമേരിക്കൻ, യൂറോപ്പ് സർവീസുകളും വെട്ടിക്കുറച്ചിട്ടുണ്ട്. കൊറോണ ഭീതിയിൽ എല്ലാവരും യാത്രകൾ മാറ്റിവെച്ചതോടെ യാത്രക്കാരുടെ എണ്ണം കുത്തനെ കുറഞ്ഞതാണ് വിമാന കമ്പനികളെ പ്രതിസന്ധിയിലാക്കിയത്. യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ഈ ദിവസങ്ങളിലെ യാത്രകൾ പലതും റദ്ദാക്കി. ഈസ്റ്റർ ഹോളിഡേ ബുക്കിംഗുകൾ നടത്തിയിട്ടുള്ളവരെല്ലാം യാത്രയുടെ ഭാവിയെപ്പറ്റി ആശങ്കാകുലരാണ്. മിക്ക റൂട്ടുകളിലും യാത്രക്കാരെ ഇല്ലാത്തതിനാലാണ് വിമാന കമ്പനികൾ പറയുന്നത്. ലണ്ടനിൽ നിന്നും അമേരിക്കയിലേക്കുള്ള സർവീസുകൾ കുറച്ചത് യാത്രക്കാരുടെ കുറവ് മൂലം മാത്രമാണെന്ന് ബ്രിട്ടീഷ് എയർവേസ് അറിയിക്കുകയും ചെയ്തു. ഹീത്രൂവിൽ നിന്നും ന്യൂയോർക്കിലേക്കുള്ള 12 സർവീസുകളാണ് ഇതുവരെ കുറച്ചത്. ഹോങ്കോങ്, സിംഗപ്പൂർ, സോൾ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ പൂർണ്ണമായും നിർത്തി. മാർച്ച് 17 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിൽ ഹീത്രൂവിൽ നിന്ന് പുറപ്പെടേണ്ട 171 സർവീസുകൾ ബ്രിട്ടീഷ് എയർവേസ് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. യാത്രക്കാരുടെ എണ്ണത്തിലെ കുറവാണ് കാരണം. ലണ്ടനിൽ നിന്നും ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി, അയർലൻഡ്, സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള സർവീസുകൾക്ക് റയൻ എയറും ഈസിജെറ്റും നിയന്ത്രണം ഏർപ്പെടുത്തി. മാർച്ച് 31 വരെയാണ് നിയന്ത്രണമെന്നാണ് അധികൃതർ പറയുന്നത്. പുതിയ ബുക്കിംഗ് ഇല്ലാത്തതും നിലവിലുള്ള ബുക്കിംഗ് യാത്രക്കാർ ക്യാൻസൽ ചെയ്യുന്നതുമാണ് വിമാന കമ്പനികളെ പ്രതിസന്ധിയിലാക്കുന്നത്. സർവീസുകൾ നിർത്തിവെക്കുന്ന സാഹചര്യത്തിൽ വിമാന കമ്പനികൾ പലതും ജീവനക്കാരോട് നിർബന്ധിത അവധിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശിച്ചു. 2001 അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്ററിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തെ തുടർന്ന് വ്യോമഗതാഗത മേഖലയിൽ ഉണ്ടായ പ്രതിസന്ധിയേക്കാൾ കടുത്ത പ്രതിസന്ധിയാണ് ഇപ്പോൾ ഈ മേഖല നേരിടുന്നതെന്നാണ് പലരും പറയുന്നത്. പല വിമാന കമ്പനികളുടെയും നിലനിൽപ്പിന് തന്നെ ഭീഷണി ഉയർത്തുന്ന പ്രതിസന്ധിയായി ഇത് കൊറോണ വൈറസിന്റെ സാന്നിധ്യം വളർന്നേക്കുമെന്ന ആശങ്കയുമുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.